എല്ലാവരും റെഡിയല്ലേ? ദേ സ്വീകരിക്കാൻ ആന്റി വന്നിരിക്കുന്നു. അയ്യോ അല്ല ആന്റി, ഈ കർപ്പൂരം കെട്ടുപോകുന്നതിന് മുമ്പ് വേഗം തട്ടം വാങ്ങ്. എന്നിട്ട് വധുവാരന്മാരെ ചേർത്ത് നിർത്തി 3 പ്രാവശ്യം ഇങ്ങനെ വട്ടം കറക്കി കഴിഞ്ഞിട്ട് താഴെ നിന്നതാ ഇതിങ്ങനെ മുകളിലേക്ക് പൊക്കി തട്ടം പിൻവലിച്ചിങ്ങോട്ട് തരണം. നീ എന്നെ പഠിപ്പിക്കണ്ട. അപ്പൊ വന്ന ആളുടെ പേര് ചൈത്ര ബേട്ടി എന്നാണ്. നൈസ് നെയിം. ഞാൻ ഇല്ലാത്ത സമയം നോക്കി മിഥുനേട്ടന്റെ കല്യാണം നടത്താൻ ഈ കുടുംബത്തിലെ എല്ലാരും ഒറ്റ കെട്ടായിരുന്നു അല്ലേ? ഞാനും മിഥുൻ ബേട്ടി ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ ഈ ഷാദി നടത്തണമെന്ന് ബയ്യ വാശി പിടിച്ചു. ഇവിടെ എത്തുന്നതിന് മുൻപ് ഞാൻ അറിഞ്ഞതും ഇവിടെ നടക്കുന്നത് ഡാഡിയുടെ പിടിവാശിയാണെന്ന്. ചൈത്ര, നീ അറിഞ്ഞ പോലെ അല്ല കാര്യങ്ങൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് വിവാഹം നടത്തേണ്ടി വന്നതാ. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവർ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. ആരും എതിർത്തിട്ട് ഒരു കാര്യമില്ല. ഞാനും മിഥുനേട്ടനും കല്യാണം കഴിക്കേണ്ടവരാണെന്ന് ഡാഡി തന്നെ എന്റെ കുട്ടിക്കാലം മുതൽ പറഞ്ഞിരുന്നതല്ലേ? അതിന് എങ്ങനെ മാറ്റം വന്നു എനിക്ക് അറിയണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ. എന്റെ സംശയങ്ങൾക്ക് മറുപടി തരാതെ ഇവിടെ ഒരു ചടങ്ങും നടക്കില്ല. ഈ വീടിനകത്ത് ഞാൻ ഒരാളെയും കേട്ടില്ല. എടീ, ഇതെന്റെ വീടാ. ഇവിടെ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. കൂടുതൽ വേഷം കെട്ടെടുക്കാതെ ഇറങ്ങി പോടി ഇവിടുന്ന്.